these diamonds that I wear. Gold lace, please you like no other. Heartbeat racing, I'ma put you through these paces. Be the best you ever tasted. Gonna stay on your mind, come back every time, baby. I'ma keep you craving. Yeah, I'm that remedy, subject to your abuse. I'm that desire in your blood you can't refuse. You picked your poison, boy, ain't nothing left to choose. Now you can't get enough. Intoxicated, can't recover. Shut up your eyes, I'll keep you close. Put your hand on my hips, hold through your wrist, press through these lips. Kiss I won't tell. I wear like these diamonds that I wear. It's like finding a treasure that's always been hiding. The first time that I see inside it and realize it's always been you. It's like reading pages and pages of stories of greatest adventure and glory. It's always been about you. When I close my eyes, it's you I see. I wanna feel like this forever and catch my breath every time you step into a room. I wanna hold you close and never let you go, 'cause I know forever was made for me and you, for me and you. It's like dreaming impossible dreams and then seeing them in front of me, and I know I've always been dreaming of you. It's like flying higher and higher and knowing there's no wind inside, and my whole life has always been leading to you. I wanna feel like this forever and catch my breath every time you step into a room. I wanna hold you close and never let you go, 'cause I know forever was made for me and you, for me and you. കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സന്തതികളുടെ തലമുറ അനുഗ്രഹീതമാകും. അവൻ്റെ ഭവനം സമൃദ്ധമാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥ ഹൃദയൻ അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോട് വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. നീതിമാൻ ഒരിക്കലും വിളക്കം തട്ടുകയില്ല, അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും, അവൻ ഭയപ്പെടുകയില്ല, അവൻ ശത്രുക്കളുടെ പരാജയം കാണും.
അവൻ ദരിദ്രർക്ക് ഉദാത്തമായി ദാനം ചെയ്യും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. അവൻ അഭിമാനത്തോടെ ശിരസ്സ് ഉയർത്തി നിൽക്കും. ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു, പല്ലിറുങ്ങുന്നു. അവൻ ഉള്ളൊരുങ്ങുന്നു. ദുഷ്ടന്റെ ആഗ്രഹം നിഷ്ഫലമാകും. ഞങ്ങളുടെ നാം ഉചിതമാണമേ. ഞങ്ങളുടെ രാജ്യം വേണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ മാലിന്യ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഈശോനാഥ, അവന് ദാനമായി കൊടുത്തിരിക്കുന്ന അവൻ്റെ ജീവിത പങ്കാളിയെയും അവനെയും അനുഗ്രഹിക്കണമേ. അവർ ദേശത്തിനൊരു മാതൃകയായി നല്ല കുടുംബജീവിതം നയിക്കുന്നവരായി തീരുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ഈ ചടങ്ങിന് സംബന്ധിക്കുവാനായി വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും എല്ലാവിധ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. അങ്ങേക്കും ലോകത്തിനും അനുഗ്രഹപ്രദമായി തീരുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും കൂടിവരവും ഈ കുഞ്ഞുങ്ങളുടെ ജീവിതവും ധന്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ഇത്രയും ദയുള്ള മാതാവേ,
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഇടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായും ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പാവായും പുത്രനും റൂഹാൽപതിശായുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അടുക്കൽ മാന്ത്രികമാകുന്നു, അവളുടെ മേലേക്ക് പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയും ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖ്യത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വായിക്കും പുത്രനും മൃഗാപതിശായിക്കും സ്തുതിയും. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ തന മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും നിരന്തരം മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിൻ്റെ നാഥന സൃഷ്ടാവുമാകുന്നു. പാവായും പുത്രനും മൃഗാദൃശ്യമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹാ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു.
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. പിതാവായും പുത്രനും പ്രഭാതപ്രതിഷ്ഠായ്ക്കും സ്തുതി. പരിപാവനം സർവേശ, പരിപാവനം ബലവാനേ, പരിപാവനം ആവർത്തിനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും സമർത്ഥനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. വാവായ പുത്രനും മൃഹാദൃശ്യമായ സർവേശ്വര എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന് രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിസ്ഥിതി ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെ മാതാവിനെ വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പുതിയൊരു കീർത്തനമായി മധുരൊഴുകട്ടെ തിരുമുമ്പിൽ. ധന്യതയോടും നാവിപ്പോ ദൈവിക തോലിക പോലല്ലോ സാമോദം നാം പാടിടാം. ഹല്ലേലൂയ പാടിടാം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെയും
പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിസയർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്തവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയിലെ ആരംഭം മുതലേ ദൈവം അവരെയും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒരു ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ അഖിലും ജോളിയും ഇന്ന് വിവാഹിതരാകുന്ന ഈ നിമിഷത്തിൽ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതം ദൈവാനുഗ്രഹപ്രദമാകുന്നതിന്, ഫലദായകമാകുന്നതിന്, ദൈവം സ്ഥാപിച്ച കുടുംബം ദൈവഹിതം നിറവേറ്റി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബം ദൈവത്താൽ സ്ഥാപിതമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തിരുവചനങ്ങൾ ഉൽപ്പത്തി മുതലുള്ള ഓരോ പുസ്തകത്തിലും, വിശുദ്ധഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളിലും കുടുംബത്തെക്കുറിച്ച്, ദൈവസ്ഥാപിതമായ കുടുംബത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവം ആദത്തിന് ഇണയായിട്ട് അവയെ അവൻ്റെ ഭാര്യയിൽ നിന്ന് എടുത്ത് സൃഷ്ടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ തന്നെയായിരിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷൻ തന്നെയായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഇണയായിട്ട് അവയെ നൽകുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. അങ്ങനെ ദൈവത്താൽ സ്ഥാപിതമായ ഈ കുടുംബം വിശുദ്ധഗ്രന്ഥത്തിൽ നമുക്ക് ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ പുരുഷൻ്റെ ഭാര്യയിൽ നിന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുക്കുകയാണ്. മനുഷ്യനിൽ നിന്ന് എടുത്ത ഭാര്യയിൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെടുന്നു. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒരു ശരീരമായി തീരും. ഉൽപ്പത്തിയുടെ പുസ്തകം തന്നെ വളരെ വ്യക്തമായി ദൈവത്താൽ സ്ഥാപിതമായ കുടുംബത്തെക്കുറിച്ചും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. സുഭാഷിത കർത്താവ് ഉത്തമയായ ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കുവാൻ ആർക്ക് സാധിക്കും? അവൾ രത്നത്തേക്കാൾ അമൂല്യത്തെ. കർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവൾ രത്നത്തേക്കാൾ അമൂല്യമാണ്. പക്ഷെ നമ്മൾ ആർക്കാണ് വില കൽപ്പിക്കുന്നത്? രത്നത്തിനാണോ അതോ ഭാര്യയ്ക്കാണോ? ഇനിയും സ്ത്രീകൾ തന്നെ, അല്ലെങ്കിൽ ഭാര്യ തന്നെ വില കൽപ്പിക്കുന്നത് താൻ അണിയുന്ന ആഭരണങ്ങൾക്കാണോ അതോ തൻ്റെ ഭർത്താവിനാണോ? ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 800 രൂപ സ്വർണത്തിന് കൂടി അല്ലേ? ഇനിയും കൂടുമായിരിക്കും. പക്ഷേ ഈ സ്വർണമാണോ നമ്മുടെ ശരീരത്തിൻ്റെ അഴക്, അതോ ആന്തരിക വ്യക്തിത്വമാണോ? ഒരു സ്ത്രീയുടെ അലങ്കാരം ആന്തരിക വ്യക്തിത്വമാണോ അതോ ബാഹ്യ മോടികളാണോ? 800 രൂപ കൂടിയാലും ദിവസം പ്രതി കൂടിയാലും നമ്മൾ
ആ മഞ്ഞ രോഗത്തോടുള്ള കമ്പം മട്ടും കുറയ്ക്കുമോ എന്ന് അറിയില്ല. എന്തു തന്നെയായിരുന്നാലും തിരുവചനം വളരെ വ്യക്തമായി നമ്മൾ പറയുകയാണ്, രത്നത്തേക്കാൾ അമൂല്യമാണ് ഒരു സ്ത്രീ ആയിരിക്കണം, ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭാര്യ രത്നത്തേക്കാൾ, സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കണം. സ്വർണത്തേക്കാൾ അല്ലെങ്കിൽ രത്നത്തേക്കാൾ വിലപിടിപ്പുള്ള ആൾ ആകണമെങ്കിൽ തീർച്ചയായിട്ടും അവളിൽ ഈ ബാഹ്യമോടികളല്ലാതെ മറ്റു ചിലത് ഉണ്ടാവണം, ആന്തരിക വ്യക്തിത്വം ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് നമുക്ക് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. രൂപമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്. എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. അവളുടെ അധ്വാനത്തെ വിലമതിക്കും. അവളുടെ പ്രവർത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായി തീരട്ടെ. അപ്പോൾ ഉത്തമ ഭാര്യയുള്ളവൻ ഭാഗ്യവാനാണ് എന്ന് തിരുവചനം പറയുന്നത്. ഉത്തമയായ ഭാര്യയുള്ളവൻ, പ്രഭാഷകൻ വീണ്ടും പറയുകയാണ്, സുഭാഷിത കർത്താവ് പറഞ്ഞതാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. എന്നാൽ പ്രഭാഷകൻ വീണ്ടും പറയുന്നു, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാനാണ്, അവൻ്റെ ആയുസ് ഇരട്ടിക്കുന്നതാണ്. അവൻ്റെ ആയുസ് ഇരട്ടിക്കും, ഭർത്താവിൻ്റെ ആയുസ് ഇരട്ടിക്കുന്ന ഭാര്യ ഉത്തമയായ സ്ത്രീയാണ്. മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളൊന്നാണ് അവൾ. അപ്പോൾ തീർച്ചയായിട്ടും മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കേണ്ടവനാണ് ഭർത്താവ്. മിശിഹ സഭയെ സ്നേഹിച്ചത് നമ്മൾ ഈ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അവസാനം പീഡാനുഭവ ആഴ്ചയിൽ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. മിശിഹ സഭയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു, കുരിശിൽ ബലിയായി, യാഗമായി, അവസാനത്തുള്ള രക്തം വരെ ചിന്തി. അപ്പോൾ മിശിഹ സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനിവിടെ സമർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ പെസഹ ത്രിദിനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത്. അശിഷ ആഴ്ചയിൽ നമ്മൾ ഈ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും അവിടുത്തെ മരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ കബറടക്കത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ ഇപ്രകാരം വധുവായ സഭയെ വീണ്ടെടുക്കുവാനായിട്ട് വരനായ മിശിഹ തന്നെ സമർപ്പിക്കുകയുണ്ടായി. കാൽവരിയിൽ കുരിശിൽ ബലിയായി, യാഗമായി തീരുകയുണ്ടായി. എപ്രകാരം വരൻ വധുവിനെ സ്നേഹിക്കണമെന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. എന്നാൽ ഈ സ്നേഹം അധിഷ്ഠിതം, അവശ്യം അടങ്ങിയിരിക്കുന്നത് ത്യാഗത്തിലാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയെ സമാധാനം ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നെറ്റികിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ബാബായും പുത്രനും മൃഗാപതിശായുമായ സർവേശ്വരായ നയിക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷന്റെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെയും സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശയോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പ്രഭാവന സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. ബാബായ പുത്രനും മൃഗാതിശായുമായ സർവേശ്വരായ നയിക്കും. ഐസക് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അന്നയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അന്ന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഐസക്കിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുന്നു. ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ
ഈ ഭാഗത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ പതിവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലിയും ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലിയും അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശുവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായും ഇവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പാവായുടെയും പുത്രന്റെയും റുഹാകുദിശായുടെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിരമളവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേയും ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. I found a love for me. Well, darling, just dive right in. Follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ തലവിളിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധ റൂഹായുടെ കുടുംബങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം. സമൂഹത്തിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവരുടെ കുടുംബജീവിതം ഇന്ന് ആരംഭിക്കുകയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ത്യാഗപൂർവ്വം പങ്കെടുത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ അവസരത്തിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാവരും പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം ഇടവകയിലെ പാവപ്പെട്ട പെൺകുട്ടി വിവാഹ സഹായത്തിനായി നടത്തുന്ന സ്വപ്ന കാഴ്ച എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുക. ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. വെള്ളം
വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാണാനില്ലേ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം നെയ്നീരാ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രഹാത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മിശിഹായെ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാർ യോസേഫിൻ്റെയും മധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധ റൂഹായുടെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മനോരയിൽ അവിടത്തേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. എപ്പോഴും എന്നേക്കും. Your heart is lion, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own. We are still kids, but we're so in love, fighting against all odds. I know we'll be alright this time.
ഇവളുടെ മൂത്ത വല്യപ്പൻ എന്ന നിലയിൽ ഞാൻ ഇവൾക്ക് ആശംസകൾ ഇന്നലെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അവൾ അനുസരിച്ച് ഇനി ജീവിച്ചാൽ അപ്പോൾ ഈ മല്ലപ്പള്ളിയിൽ നല്ലൊരു കുടുംബിനിയായി നല്ല ഭാര്യയായി ഇവിടെ ജീവിക്കും എന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്. സർവശക്തൻ വേണ്ടുന്ന കൃപ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് എഴുന്നള്ളി അവിടുത്തെ കുറവുകളൊക്കെയും പരിഹരിച്ചതുപോലെ ഈ മക്കളുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ ബഹിർദമാക്കി കർത്താവെ ഇവരുടെ ജീവിതത്തെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് ശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. When I saw you in that dress, looking so beautiful, I don't deserve this. Darling, you were perfect tonight. Between my arms, barefoot on the grass.
found our place on the branch of an old gum tree. Our feet would sway to a voice in the breeze. And birds would sing on the banks of a narrow stream. These memories will stay with me. We made our way to a hill beside the sea. With salt in the air and sand on our feet. We felt the sun as it burned upon our skin. These memories will stay with me. Now I'm far away. These memories still remain. Now I'm far away. You stay with me the same. അത് വെച്ച്